ഹലോ നമസ്കാരം, താരാസ് വണ്ടർ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നും ഒരു യാത്രയിലാണ്. IK സ്റ്റോറിലേക്കാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. അതിൻ്റെ വീഡിയോയുമായിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. അപ്പോൾ പോകുന്ന വഴിയിലുള്ള റോഡിലുള്ള സൈഡിലുള്ള ചെറിയ ചെറിയ കാഴ്ചകളാണ് ഞാനിപ്പോൾ പകർത്തിയേക്കുന്നത്. അപ്പോൾ IK എന്ന് പറഞ്ഞാൽ ഒരുവിധം എല്ലാവർക്കും അറിയാവുന്നത് തന്നെയായിരിക്കും. IK സ്റ്റോർ എന്ന് പറഞ്ഞാൽ നമ്മളെ ബാംഗ്ലൂർ അങ്ങനത്തെ ഉള്ള വലിയ സിറ്റികളിലൊക്കെ ഉള്ളത് തന്നെയാണ്. ഇന്ത്യയിൽ പല സിറ്റികളിലും ഉള്ളത് തന്നെയാണ് IK സ്റ്റോർ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇവിടെ അടുത്ത് തന്നെയാണ്. ഞങ്ങളിവിടെ നിന്ന് ഒരു 15 മിനിറ്റ് യാത്രയേ ഉള്ളൂ. അപ്പോൾ അത് ഞങ്ങൾ പർച്ചേസ് ചെയ്യാനോ ഷോപ്പിങ്ങിനൊന്നും അല്ല, അവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയാണ് പോകുന്നത്. അപ്പോൾ ഇതെല്ലാവരും പല വീഡിയോകളിലൊക്കെ കണ്ടിട്ടുണ്ടാവും IK സ്റ്റോറിലുള്ള സാധനങ്ങളൊക്കെ. കൂടുതലും അവിടെ ഒരു വീട് പണിയുമ്പോൾ നമുക്ക് കിച്ചൺ, അതുപോലെ കിഡ്സ് റൂം, അതുപോലെ തന്നെ ഓഫീസ് റൂം, ബെഡ്റൂം അങ്ങനെയൊക്കെ സെറ്റ് ചെയ്തിട്ടാണ് അവിടെ ഇങ്ങനെ വെച്ചേക്കണത്. ഓരോ റൂമുകളും നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ സെലക്ട് ചെയ്തെടുക്കാം. അപ്പോൾ പല വീഡിയോസിലും IK സ്റ്റോറൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ അതിമനോഹരമായ കാഴ്ചകളാണ് അവിടെ ഉള്ളത്. അപ്പോൾ നമുക്ക് പർച്ചേസ് ചെയ്യണമെങ്കിൽ അങ്ങനെ പർച്ചേസ് ചെയ്യാൻ പോകുന്നവരുമുണ്ട്. അപ്പോൾ ഞങ്ങളിപ്പോൾ വെറുതെ ഒന്ന് കാണാൻ വേണ്ടി മാത്രമാണ് പോണത്. അപ്പോൾ ഇവിടെ അടുത്തായ കാരണം ഒന്ന് കണ്ട് പോരാന്ന് വിചാരിച്ച്. പിന്നെ അവിടെ ഫുഡ് സ്റ്റോറൊക്കെ ഉണ്ട്. അപ്പോൾ അത് 9 മണിക്ക് അടയ്ക്കും, വൈകിട്ട് രാത്രി. അപ്പോൾ അതിൽ നിന്ന് തന്നെയാണ് എല്ലാവരും അവിടെ വരുന്നവരൊക്കെ ഫുഡൊക്കെ കഴിക്കണത്. അതിൽ നിന്ന് തന്നെയാണ്. അപ്പോൾ ഞങ്ങൾ IK സ്റ്റോറിലെത്തി. അപ്പോൾ കാർ പാർക്കിങ്ങിനൊക്കെ ഇവിടെ ഇഷ്ടംപോലെ സ്ഥലങ്ങളുണ്ട്. അതിപ്പോൾ ഇവിടെ കാനഡയിൽ ഏത് സൂപ്പർ മാർക്കറ്റിലോ മാളിലോ ഒക്കെ ചെന്നാലും പാർക്കിങ്ങിന് ഇഷ്ടംപോലെ സൗകര്യങ്ങളുണ്ടാകും. അവിടെ IKയിൽ കയറിയിട്ടുള്ള കാഴ്ചകളാണ് ഈ കാണുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഒരു കിച്ചൺ സെറ്റ് ചെയ്തേക്കണതാണ് ഈ കാണുന്നത്. അപ്പോൾ അതിൻ്റെ വാർഡ്രോബുകളും പിന്നെ ഫ്രിഡ്ജ്, വാഷ് ബേസൻ അതൊക്കെ ഇവിടെ സെറ്റ് ചെയ്തേക്കണേണ്. അപ്പോൾ ഇതൊരു നോർമൽ കിച്ചണാണ്. അപ്പോൾ ഇതേ ഫ്രിഡ്ജ് ഇങ്ങനെ സെറ്റ് ചെയ്താണ്. അവർ സാധനങ്ങളൊക്കെ ഉള്ളിൽ വെച്ചിട്ട് തന്നെയാണ് ഇതൊക്കെ അറേഞ്ച്മെൻറ്റ് ചെയ്തേക്കണത്. അതുപോലെ പാത്രങ്ങൾ, പിന്നെ ഗ്യാസ് അടുപ്പ് ചെറിയ ചെറിയ അലമാരികളിൽ ചെറിയ ചെറിയ പാത്രങ്ങളൊക്കെ വെച്ചിട്ട് കട്ടിംഗ് ബോർഡ്, പിന്നെ സ്റ്റോറേജ് സ്പേസ് എല്ലാം ഇട്ടിട്ടുണ്ട്. അപ്പം ഇങ്ങനത്തെ തന്നെ കുറേ കിച്ചണിൻ്റെ പല പല മാതൃകകളുണ്ട് ഇവിടെ. ചെറുതും വലുതും ഉണ്ട്. എല്ലാം നല്ല ക്യൂട്ടാണ് എല്ലാ സാധനങ്ങളും. ഇപ്പം ഇത് ഒരു കിഡ്സ് ബെഡ്റൂമാണ്. അപ്പോൾ അത് പിള്ളേരുടെ സാധനങ്ങൾ വെക്കണ ചെറിയ അലമാരികൾ, പിന്നെ നല്ല കളർഫുള്ളായിട്ടാണ് ഇവർ സെറ്റ് ചെയ്തേക്കണത്. അവരുടെ സാധനങ്ങളൊക്കെ വെക്കാനുള്ള ചെറിയ വാർഡ്രോബുകളും ഒക്കെ ഉണ്ട്. പിന്നെ ഇത് ഓരോ ബെഡ്റൂമിൻ്റെ ബെഡുകളാണ്. ബെഡും കിടക്കയും എല്ലാം കൂടിയിട്ടുള്ള സംവിധാനങ്ങൾ. ഇതൊക്കെ ഇങ്ങനെ നമ്മുടെ കിച്ചണിലൊക്കെ വെക്കാൻ പറ്റിയ അലമാരികൾ. അതൊക്കെ ഇങ്ങനെ സാധനങ്ങളോട് കൂടിയാണ് ഇവർ അറേഞ്ച്മെൻറ്റ് ചെയ്തേക്കണത്. അപ്പോൾ നമുക്ക് ഇത് കിഡ്സിൻ്റെയൊക്കെ ഡൈനിങ് ടേബിള്, അവരുടെ ബെഡ്റൂം. അപ്പോൾ മുകളിലൊരു അപ്സ്റ്റെയറിലൊരു ബെഡ്റൂമുണ്ട്. ബെഡും ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് ആ സ്റ്റെയറിൽ കൂടി കയറി മുകളിൽ ഉറങ്ങണവർക്ക് അവിടെ കിടന്നുറങ്ങാം. പിന്നെ അവരുടെ ചെറിയ സെറ്റ്, ലിവിങ് റൂം, ഇതെല്ലാം ഇവിടെ സെറ്റ് ചെയ്തേക്കണതാണിത്. അവരെ ഫോട്ടോ ഒക്കെ പതിപ്പിച്ചിട്ടുണ്ട് ചുമരുമയൊക്കെ. പിന്നെ ചെറിയ ചെറിയ കുഷ്യനുകൾ അങ്ങനെ എല്ലാനും അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതൊക്കെ നമ്മളുടെ ലിവിങ് റൂമിലൊക്കെ ഇടുന്ന സെറ്റുകളാണ് ഇതൊക്കെ. അപ്പോൾ ഇതൊക്കെ നമ്മൾ സെലക്ട് ചെയ്യുകയാണെങ്കിൽ തന്നെ അവിടെ കമ്പ്യൂട്ടർ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ നമ്പർ കോഡ് അനുസരിച്ച് നമ്മൾക്ക് ഇഷ്ടമാണെങ്കിൽ അതിൻ്റെ നമ്പറിൽ നമ്മളവിടെ
അടിച്ചു കൊടുക്കുകയാണെങ്കിൽ അവർ തന്നെ നമ്മുടെ വീട്ടിൽ കൊണ്ട് എത്തിക്കുന്നതായിരിക്കും. അങ്ങനെയാണ് ഇവരുടെ കാര്യങ്ങളൊക്കെ പോണത്. അപ്പോൾ ഇതൊക്കെ ഷോയ്ക്ക് വേണ്ടി വെച്ചേക്കണതാണ്. എല്ലാ സാധനങ്ങളും ഇങ്ങനെ ഷോയ്ക്ക് വേണ്ടി വെച്ചേക്കണതാണ്. അപ്പോൾ അതിൽ നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ ഉണ്ടെങ്കിൽ അത് നമുക്ക് കമ്പ്യൂട്ടറിൽ അടിച്ചു കൊടുത്താൽ ഫ്രണ്ട് ഡോറിൻ്റെ അവിടെ ചെല്ലുമ്പോൾ നമുക്ക് സാധനങ്ങൾ കൈപ്പറ്റാൻ പറ്റും. അപ്പോൾ എല്ലാം നല്ല ക്യൂട്ട് സാധനങ്ങളാണ് എല്ലാ സാധനങ്ങളും. അപ്പോൾ നമുക്ക് എടുക്കാൻ പറ്റിയ സാധനങ്ങളും ഉണ്ട്. ഇങ്ങനെ ചെറിയ അടുക്കളയിലൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ ടർക്കികൾ, കട്ടിംഗ് ബോർഡ്, അതുപോലെ തന്നെ ചെറിയ ഗ്ലാസ്സുകൾ, മഗ്, അങ്ങനത്തെയൊക്കെ ഐറ്റംസൊക്കെ ഇങ്ങനെ ഓരോ സ്ഥലങ്ങളിൽ ഇവർ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ കപ്പുകളൊക്കെ കണ്ട ചില്ലിൻ്റെ കപ്പുകൾ, സ്റ്റീലിൻ്റെ കുറവാണ് കൂടുതലും, ചില്ലിൻ്റെയും പിന്നെ ഈ പ്ലാസ്റ്റിക്കിൻ്റെയൊക്കെ കൂടുതലുണ്ട്. അപ്പോൾ നമ്മൾ കുറേ സാധനങ്ങളൊക്കെ നമ്മൾ കടകളിലൊക്കെ ചെല്ലുമ്പോൾ നമ്മൾ വാങ്ങാൻ മറന്നു പോണ കുറേ സാധനങ്ങൾ ഇവിടെ ഞാൻ കണ്ട്. എന്ന് വെച്ചാൽ നമ്മുടെ ടോയ്ലറ്റിലൊക്കെ ഉപയോഗിക്കണ ചെറിയ സ്റ്റാൻഡുകൾ, ബ്രഷൊക്കെ വയ്ക്കണ സ്റ്റാൻഡ്, അതുപോലെ തന്നെ ഓരോ കൊട്ടകൾ, ഇങ്ങനെ ചതുരത്തില സാധനങ്ങളൊക്കെ ഇട്ട് വെക്കാൻ പറ്റിയ കൊട്ടകൾ, അതൊക്കെ കുറേ ഉണ്ട് ഇവിടെ. പിന്നെ മിഠായികൾ, പിള്ളേരെ ഒന്ന് അട്രാക്റ്റ് ചെയ്യിക്കാൻ മിഠായികൾ ചില സ്ഥലങ്ങളിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് പിന്നെ ഗ്ലാസ്സൊക്കെ കണ്ട് ഇതിനൊന്നും ഒട്ടും കനമൊന്നുമില്ല, നല്ല കനം കുറഞ്ഞ ഗ്ലാസും ജഗ്ഗൊക്കെയാണ് ഇരിക്കണത്. ഇതൊക്കെ ജനലിൻ്റെ അരികത്ത് നമ്മൾ ഇങ്ങനെ ചെറിയൊരു കിടക്ക പോലെ ഇട്ടിട്ട് അവിടെ കിടക്കാനൊക്കെ ഉള്ള സൗകര്യം, അങ്ങനെയുള്ള എല്ലാ സൗകര്യങ്ങളും ഉള്ള ബെഡ്റൂമുകളും കിഡ്സ് റൂം, കിച്ചണൊക്കെയാണ് ഇവിടെ അറേഞ്ച് ചെയ്തേക്കണത്. അതേപോലെ ഡൈനിങ് ടേബിളുകളുണ്ട് പലതരത്തിലുള്ള. ആ ഡൈനിങ് ടേബിളുമ്പോൾ വെക്കണ പാത്രങ്ങളടക്കമാണ് ഇവർ ചെയ്ത് വെച്ചേക്കണത്. പാത്രങ്ങൾ, ഗ്ലാസ്, ജഗ്, സ്പൂണുകൾ, അതൊക്കെ അടക്കമാണ് ഇവർ സെറ്റ് ചെയ്ത് വെച്ചേക്കണത്. പിന്നെ പിള്ളേർക്കുള്ള കട്ടിലാണത് കണ്ട. താഴെ ഒരാൾക്ക് കിടക്കാം, ആ ലാഡറിനെ കൂടി കയറി വേറൊരാൾക്കും കിടക്കാം. പിന്നെ അവരുടെ സാധനങ്ങളൊക്കെ വെക്കാനുള്ള ചെറിയ കബോർഡുകൾ, ഇങ്ങനെ മേശവലിപ്പുകൾ എല്ലാം വെച്ചിട്ടുണ്ട്. പിള്ളേർക്കൊക്കെ പറ്റിയ സാധനങ്ങളാണ് ഈ റൂമിൽ. അങ്ങനത്തെ പിള്ളേർക്ക് പറ്റിയ റൂമുകൾ കുറേ റൂമുകൾ തന്നെ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഓരോ ഭാഗത്ത്. അതുപോലെ കിച്ചണും, ഓഫീസ് റൂം, കമ്പ്യൂട്ടർ റൂം, പിന്നെ ഡൈനിങ് ടേബിള്, പിന്നെ കട്ടിലുകളും കിടക്കയും, അങ്ങനെ പല മോഡലിലുള്ള സാധനങ്ങൾ ഈ ഐക്യയിൽ നമുക്ക് കാണാൻ പറ്റും. ഇതൊക്കെ കിച്ചൺ സെറ്റുകളാണ്, പല മോഡലിലുള്ളതാണ്. ചെറുതുമുണ്ട്, വലുതുമുണ്ട്, വലിയ ഡൈനിങ് ടേബിളുണ്ട്.